ഭാരതീയ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ ഗുജറാത്തിലെ പോർബന്തറിന് സമീപം അറബിക്കടലിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. 2 തീരസംരക്ഷണ സേന ഉദ്യോഗസ്ഥർ മരിച്ചു. ആലപ്പുഴ സ്വദേശി വിപിൻ ബാബുവാണ് മരിച്ചതിൽ ഒരാൾ. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. നാവികസേന അംഗങ്ങളുമായി പറന്ന ഹെലികോപ്റ്ററാണ് ഇന്നലെ രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇവരുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ ഒരു അടിയന്തര ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഗുജറാത്തിലെ പോർബന്തറിൽ ഏതാണ്ട് 45 കിലോമീറ്റർ അറബിക്കടലിൽ അവിടെ ഹരിലീല എന്നുള്ള ഒരു കപ്പലിൽ അവിടെ ഒരു തൊഴിലാളി അദ്ദേഹത്തിന് ഗുരുതരാവസ്ഥയാണെന്നും അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുള്ള അറിയിപ്പ് കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നു. അങ്ങനെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ 2 പൈലറ്റുമാരും 2 ഡൈവർമാരും ചേർന്ന് ഈ കപ്പലിനടുത്തേക്ക് പോകുമ്പോൾ യന്ത്ര തകരാറ് സംഭവിക്കുകയും തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിന് കടലിൽ തന്നെ അടിയന്തര ലാൻഡിംഗ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരങ്ങൾ. ഈ എയർക്രാഫ്റ്റ്, ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഭാരതീയ തീരസംരക്ഷണ സേനയുടെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ ഈ 2 പൈലറ്റുമാർ അവർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 2 ഡൈവർമാരെ ലഭിച്ചിട്ടുണ്ട്. ഈ 2 പൈലറ്റുമാരിൽ ഒരാളുടെ മൃതദേഹം ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ആലപ്പുഴ തട്ടാരമ്പലം സ്വദേശിയായ വിപിൻ ബാബു എന്നുള്ള പൈലറ്റിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കോക്പിറ്റിനുള്ളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഈ എയർക്രാഫ്റ്റിന്റെ കമാൻഡറായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിനായി സെർച്ചിങ് തുടരുകയാണ്. നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 4 കപ്പലുകളും 2 വിമാനങ്ങളും ഈ സെർച്ച് നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉടനടി ലഭ്യമാകും. അതേപോലെ തന്നെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് റാണ സിംഗ് എന്ന് പറയുന്ന ഒരു കമാൻഡറാണ്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ലഭ്യമാകാനുള്ളത്. ഇപ്പോൾ ഈ സഹ പൈലറ്റായിരുന്ന കമാൻഡന്റ് വിപിൻ ബാബു മലയാളിയാണ്, ആലപ്പുഴ തട്ടാരമ്പലം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിന്റെ കോക്പിറ്റിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.